എവിടെ പണി? വക്കീൽ ഓഫീസില് ഗുമ്മസ്തൻ. 3 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ചേട്ടൻ പറയണ കേട്ടോ തോന്നുന്നു എനിക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കാന്ന്. എനിക്ക് 4 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ജൂനിയർ വക്കീലല്ലേ, അങ്ങനെ തന്നെ വക്കീലമ്മാന്റെ ആട്ടും തൊഴിയൊക്കെ കേൾക്കേണ്ടി വരും. ചേട്ടാ, ഞാൻ ഈ പണി നിർത്തി വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ. ഇങ്ങനെ ഒരാളുടെ അടുത്ത് തന്നെ വന്ന് പെട്ടില്ലേ? ശമ്പളം ചോദിക്കുമ്പോ അയാളുടെ എന്തോ ഒരു ഭാവം. ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്യണം. വേറെ എത്രയോ നല്ല വക്കീലന്മാരുണ്ടായിരുന്നു, അവരുടെ ആരുടെ അടുത്തെങ്കിലും പോയാൽ മതി. അടുത്ത് തന്നെ വന്ന് പെട്ടെന്ന് അയാളെ പറ്റി തന്നെ പറയണേ. സാറ് വന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. കൊച്ചിങ് വാ, ഇങ്ങ് വാ. എന്താ സാർ? എന്താ ഇത്? എന്താ? എവിടെ? ഇതെന്തൊക്കെയാണെന്ന്? ഇത് മേശ, കസേര, ഫയല്, ഫോണ്, അഡ്വക്കേറ്റ് സത്യശീലൻ. സ്റ്റോപ്പ് ഇറ്റ്. വളരെ മാന്യമായി നടന്നു പോകുന്ന ഒരു ഓഫീസാണിത്. ഒരു ഓഫീസ് കിടക്കുന്ന കോലമാണോ ഇത്? രാവിലെ കുളിച്ചൊരുക്കി പുറപ്പെട്ടിങ്ങ് വന്നോണ്ട് കാര്യമില്ല. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ആദ്യം അതാണ് പഠിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ അടുക്കി വെച്ചതാ. ഇങ്ങനെയാണോ അടുക്കി വെക്കുന്നത്? ആ പോ, ഞാൻ തന്നെ അടുക്കി വെച്ചോളാം, അല്ലെങ്കിൽ ഞാനല്ലേ ചെയ്യാറ്. ഓ, അത് പറഞ്ഞപ്പോഴേ അങ്ങ് പോയി. ഇങ്ങ് വാ. മാസാമാസം ശമ്പളം വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. അടിക്ക് പെറുക്കി വെക്കങ്ങോട്ട്. ആ, അങ്ങനെയുണ്ടോ? സാറിന്റെ ഇനി പുറത്ത് നിൽക്കുന്ന കക്ഷികളെ ഇങ്ങോട്ട് വിളിക്കൂ. എന്താ കൊച്ചേ ഇത്? ഇങ്ങനെയാണ് കക്ഷികളെ വിളിക്കുന്നത്? പുറത്ത് പോയിട്ട് അവരെ വിളിച്ചോണ്ട് വാന്ന്. ചെന്ന് വിളിക്കുമണ്ടു. ഗുമസ്തന്റെ പണി എടുത്താ മതി. ഞാൻ പോയി വിളിക്കാം സാർ. ആദ്യം അനുസരിക്കാൻ പഠിക്കണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല.